നമസ്കാരം. നമുക്കൊരുപാട് നടീനടന്മാരുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയിരിക്കുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെ പോലുള്ള കുറച്ചു പേർ. അവരെക്കാളൊക്കെ മുകളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു സാധാരണ മനുഷ്യനായിരുന്നു ശ്രീനിവാസൻ. ശ്രീനിവാസനെ നമ്മൾ ഇത്രയേറെ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹം നമ്മുടെ പച്ചയായ ജീവിതത്തിൻ്റെ കഥയാണ് പറഞ്ഞത് എന്നാണ്. സാധാരണഗതിക്ക് സിനിമയിലെ കഥാപാത്രങ്ങളും സിനിമയിലെ നായകന്മാരും നായികമാരും അവരുടെ ജീവിത സാഹചര്യവുമൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത അത്യാഡംബരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒക്കെ തലത്തിലൂടെ പോകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സംഭവങ്ങൾ, സാധാരണക്കാരൻ്റെ വേദനകൾ, നൊമ്പരങ്ങൾ, അവൻ്റെ പ്രതീക്ഷകൾ, ആശങ്കകൾ, അവൻ്റെ കൊച്ചു രാഷ്ട്രീയം, അവൻ്റെ കൊച്ചു കൊച്ചു കുസൃതികൾ, അവൻ്റെ മതത്തോടും ജീവിതത്തോടുമുള്ള അഭിനിവേശം, അതൊക്കെ അതേ ഭാഷയിൽ തന്നെ സിനിമയിലേക്ക് സന്നിവേശിപ്പിച്ച അസാധാരണ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ. ശ്രീനിവാസന്റെ ശരീരഭാഷ പോലും സാധാരണക്കാരൻ്റെതായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനായി ജനിച്ച് അച്ഛൻ്റെ തത്വങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിലുടനീളം നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാൻ മോഹിച്ച ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിത കഥയാണ് വാസ്തവത്തിൽ ശ്രീനിവാസന്റെ ജീവിത കഥ. സൗന്ദര്യം തനിക്കൊപ്പമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും നടനാകാൻ വേണ്ടി പുറപ്പെട്ട മനുഷ്യനായിരുന്നു ശ്രീനിവാസൻ. മദ്രാസിൽ പോയി അദ്ദേഹം സിനിമ പഠിക്കുന്നു. അന്ന് കൂടെ പഠിച്ച ആളുകളിൽ ഒരാളാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. നായകനാവാനും നായികയാവാനും സൗന്ദര്യം ആവശ്യമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനായി ശ്രീനിവാസൻ പിന്നീട് മാറുന്നു. അക്കാലത്ത് ഏറ്റവും തിരക്കേറിയ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ പ്രിയദർശൻ സംവിധായകൻ എന്ന നിലയിൽ തിരക്ക് വർദ്ധിച്ചപ്പോൾ തൻ്റെ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ നിർബന്ധിച്ചു കൊണ്ടുവന്ന് ശ്രീനിവാസനെ കൊണ്ട് ആദ്യ കഥ എഴുതിപ്പിച്ചതാണ്. അതിന് പ്രതിഫലമായി കൊടുക്കാമെന്ന് പറഞ്ഞത് ആ സിനിമയിലെ റോളും. അങ്ങനെ മലയാളികളുടെ സാധാരണ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും പ്രതീക്ഷകളും ശ്രീനിവാസന്റെ തൂലികയിലൂടെ തിരക്കഥകളായി മാറി. കഥയും തിരക്കഥയും സംവിധാനവുമൊക്കെ ഒരേപോലെ നിർവഹിച്ച് മലയാളികളെ കുടുകുടു ചിരിപ്പിച്ച് ശ്രീനിവാസൻ ഏതാണ്ട് അരനൂറ്റാണ്ട് ജൈത്രയാത്ര നടത്തി. ശ്രീനിവാസനും സത്യനന്ദിക്കാടും ചേർന്നൊരുക്കിയ സിനിമകൾ ഒരു കാലത്തും മലയാളി മറക്കുകയില്ല. കാരണം കാലഭേദങ്ങളെ മറികടക്കുന്ന കാവ്യനീതിയിലായിരുന്നു ഈ തിരക്കഥകൾക്കൊക്കെ രൂപം കൊടുത്തത്. 1991 ഇറങ്ങിയ സന്ദേശം എന്ന സിനിമയുടെ കഥ മാത്രം ഓർക്കുക. നീണ്ട 34 വർഷം പിന്നിട്ടിട്ടും ഇന്നും ഒരു തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിജയമുണ്ടാകുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ തലമുറ വ്യത്യാസമില്ലാതെ ആളുകൾ ട്രോളാൻ ഉപയോഗിക്കുന്നത് ആ സിനിമയിലെ സംഭവങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് വസന്തത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ മാനവരാശിക്ക് നഷ്ടപ്പെട്ടതിന്റെ തുടർച്ചയായിരുന്നു 91 സന്ദേശം. സോവിയറ്റ് യൂണിയന്റെ തകർച്ച, പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിപ്ലവത്തിന്റെ വിജയം, ഇതിന്റെയൊക്കെ ചുവട് പിടിച്ച് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തുടരുന്ന കമ്മ്യൂണിസ്റ്റ് വിപരീത ചിന്തയ്ക്കെതിരെ അന്ന് ശ്രീനിവാസൻ ഉയർത്തിയ പടവാൾ 34 വർഷത്തിന് ശേഷവും ലൈവായി നിലനിൽക്കുന്നു. സന്ദേശവും വരവേൽപ്പും ഒരുപക്ഷെ ശ്രീനിവാസൻ എന്ന സിനിമക്കാരനെ വേറിട്ടു നിർത്തുന്ന ചിത്രങ്ങളാവും. കാലാതീതമായ സത്യങ്ങൾ തുറന്നു പറയുന്നതായിരുന്നു ആ 2 സിനിമകളും. അതുവരെ കണ്ടുശീലിച്ച പ്രണയത്തിൻ്റെയോ കലഹത്തിൻ്റെയോ വഴിയായിരുന്നില്ല ഈ 2 ചിത്രങ്ങളുടെയും. ആ 2 ചിത്രങ്ങളും ഇന്നും പ്രസക്തമായി നിൽക്കുന്നത് സാധാരണ മനുഷ്യന്റെ ഭാഷയിൽ അവൻ്റെ വികാരങ്ങളെ, വേദനകളെ, പ്രതീക്ഷകളെ, ആശങ്കകളെ സിനിമയാക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞതുകൊണ്ടാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, തലയണ മന്ത്രം, നാടോടിക്കാറ്റ്, ഗോളാന്തര വാർത്തകൾ, ചമ്പക്കുളം തച്ചൻ, ഉദയനാണ് താരം, മഴയെത്തും മുൻപേ, കഥ പറയുമ്പോൾ തുടങ്ങി ശ്രീനിവാസൻ ജന്മം കൊടുത്ത സിനിമകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. 2018 സത്യനന്ദിക്കാടിനോട് ചേർന്നൊരുക്കിയ ഞാൻ പ്രകാശനാണ് അവസാനത്തെ ചിത്രം. കേവലം 69ാമത്തെ വയസ്സിൽ ഈ ബഹുമുഖ പ്രതിഭ അന്തരിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശ്രീനിവാസൻ രോഗാതുരനായിരുന്നു. നിരവധി തവണ ആശുപത്രിയിലാവുകയും ശാരീരിക അവയവങ്ങളുടെ പ്രവർത്തനം ഭാഗികമായി നിലയ്ക്കുകയും ചെയ്തു. പലതവണ സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ ചരമക്കുറിപ്പ് എഴുതിയതാണ്. ഒടുവിൽ അദ്ദേഹം അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സംസാരിക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് കുറഞ്ഞെങ്കിലും ചിന്തിക്കാനും ഓർക്കുവാനുമുള്ള ശേഷിക്ക് ഒരു കുറവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. കറുത്ത ഹാസ്യത്തിന്റെ ഭാഷയിൽ
അദ്ദേഹം നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്നു. കലഹമായിരുന്നു വാസ്തവത്തിൽ ശ്രീനിവാസൻ എന്ന നടന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തനിക്ക് ഇഷ്ടവും താല്പര്യവുമുള്ളവരോട് കലഹിക്കുക ശ്രീനിവാസന്റെ പ്രത്യേകതയായിരുന്നു. ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ വഴിപിഴച്ചു പോയാൽ, ഏറെ ഇഷ്ടപ്പെടുന്ന ആശയം കൈവിട്ടു പോയാൽ ശ്രീനിവാസന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് സന്ദേശവും വരവേൽപ്പുമൊക്കെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിമർശനങ്ങളായി ഇന്നും നിലനിൽക്കുന്നത്. കാരണം ശ്രീനിവാസൻ ഒരു ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കരയുന്നവരുടെ കണ്ണീരൊപ്പുന്ന, വേദനിക്കുന്നവരുടെ സങ്കടം തിരുത്തുന്ന ഒരു പച്ച മനുഷ്യനായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം കലഹപ്രിയനുമായി. നമുക്കൊക്കെ അറിയാം മോഹൻലാലും ശ്രീനിവാസനും തമ്മിലുള്ള ഇക്വേഷൻ. അവരൊരുമിച്ചുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. ശ്രീനിവാസനും സത്യനന്ദിക്കാടും ചേർന്ന് ഒരു സിനിമയൊരുക്കുകയും ശ്രീനിവാസനും മോഹൻലാലും അതിൽ അഭിനയിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ സിനിമയെക്കുറിച്ച് പിന്നെ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. ഇന്ന് മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ ഒക്കെ സിനിമകൾ പോലും വിജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും ശ്രീനിവാസനും മോഹൻലാലും സത്യനന്ദിക്കാടും ഒരുമിച്ച് ചേർന്നാൽ ആ സിനിമ വലിയ വിജയം കൊയ്യും എന്ന് അത് ഇറങ്ങുന്ന സമയത്തൊക്കെ ഉറപ്പായിരുന്നു. എന്നിട്ടും പക്ഷെ മോഹൻലാലും ശ്രീനിവാസനും തമ്മിൽ അത്ര ഊഷ്മളമായ ബന്ധമായിരുന്നില്ല. മോഹൻലാലിനെ ശ്രീനിവാസന് ജീവനായിരുന്നു, ശ്രീനിവാസനെ മോഹൻലാലിനും. രണ്ടുപേരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചു. പക്ഷെ ശ്രീനിവാസന് കാപട്യം ലവലേശമില്ല. കാപട്യം എവിടെ കണ്ടാലും ശ്രീനിവാസൻ പൊട്ടിത്തെറിക്കുമായിരുന്നു. മോഹൻലാലിന് കാപട്യമുണ്ട് എന്ന് ശ്രീനിവാസൻ മനസ്സിലാക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും അത് പരസ്യമായി പറയുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ 2 വർഷം മുമ്പ് 2023 ഇന്ത്യൻ എക്സ്പ്രസിന് ശ്രീനിവാസൻ കൊടുത്തൊരു അഭിമുഖം വിവാദമായിരുന്നു. അന്ന് ശ്രീനിവാസൻ വെളിപ്പെടുത്തിയത് മോഹൻലാൽ ഒരു കപടനാട്യക്കാരനാണെന്നും മോഹൻലാലിനെ അംഗീകരിക്കാൻ തൻ്റെ മനസ്സ് ഇപ്പോഴും അനുവദിക്കുന്നില്ല എന്നുമാണ്. പ്രേം നസീറിന്റെ ജീവിതത്തിലെ അവസാനത്തെ വലിയ ആഗ്രഹം മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യുകയായിരുന്നത്രേ. അത് പലതവണ മോഹൻലാലോട് പറയുന്നു. മോഹൻലാൽ യേസ് പറയുന്നെങ്കിലും ആത്മാർത്ഥമായി അത് ചെയ്യാൻ ഒരു താല്പര്യവും കാണിച്ചില്ല. അതിന് തിരക്കഥ എഴുതാൻ ഏൽപ്പിച്ചത് ശ്രീനിവാസനെയായിരുന്നു. എന്നാൽ ശ്രീനിവാസൻ മോഹൻലാലോട് സംസാരിക്കുമ്പോൾ മോഹൻലാൽ പറയും, ആ കളവിന് വേറെ പണിയൊന്നുമില്ലേ എന്ന്. അങ്ങനെ ഇരിക്കതിന് നിർമ്മാതാവ് ശ്രീനിവാസനോട് പറയുന്നു, ശ്രീനിവാസൻ കഥ എഴുതാത്തത് കൊണ്ടാണ് പ്രേം നസീറിന്റെ സ്വപ്നം നടക്കാത്തതെന്ന്. അതപ്പോൾ തന്നെ ശ്രീനിവാസൻ നിഷേധിക്കുന്നു. മോഹൻലാലിന്റെ വിവാഹ സമയത്ത് പ്രേം നസീർ കൊണ്ടുപോയി അഡ്വാൻസും കൊടുത്തു. അന്ന് മോഹൻലാൽ ശ്രീനിവാസനെ വിളിച്ച് വല്ലാത്ത ചതിയായി പോയി ചെയ്തത്. നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? കഥ റെഡിയാണെങ്കിൽ എന്നോട് പറയണ്ടേ എന്ന് ചോദിച്ചു എന്നാണ്. എന്നിട്ട് പ്രേം നസീർ മരിച്ചു കഴിഞ്ഞപ്പോൾ മോഹൻലാൽ അനുശോചനം രേഖപ്പെടുത്തിയത് കാപട്യമാണ് എന്ന് ശ്രീനിവാസൻ തിരിച്ചറിഞ്ഞു. ആ കഥ 2023 ഉറക്ക വിളിച്ചു പറഞ്ഞു. ഇത് ശ്രീനിവാസന്റെ മക്കൾക്ക് പിന്നീട് വലിയ തലവേദനയായി. ശ്രീനിവാസന്റെ മക്കൾ രണ്ടുപേരും, വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും സിനിമാ രംഗത്ത് സജീവമാണ്. അവർക്ക് പലപ്പോഴും അപ്പന്റെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ വീട്ടുകാർ ഇടപെട്ട് അത്തരം ചർച്ചകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് ഒരു സെറ്റിൽ വെച്ച് കണ്ടപ്പോൾ ലാലിന് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ശ്രീനിവാസൻ തലയൂരുകയും ചെയ്തു. പക്ഷേ എക്കാലത്തും ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കാനായിരുന്നു ശ്രീനിവാസന്റെ ജീവിത രീതി. ആ കലഹത്തിന്റെ ദിനങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നത്. അതെ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മിടുക്കരായ 2 മക്കളെ ബാക്കി പത്രം ഏൽപ്പിച്ച് അദ്ദേഹം ഈ ഭൂമി വിട്ട് പോയിരിക്കുന്നു. സാധാരണ മനുഷ്യന്റെ ജീവിത കഥകൾ പറഞ്ഞ് കൊതി തീരാതെ രോഗത്തിനടിമയായി ആ മനുഷ്യൻ മടങ്ങിപ്പോകുമ്പോൾ സാധാരണക്കാരന്റെ മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഭാഷയിൽ സംസാരിച്ച കലാപകാരിയായ ഈ കലാകാരനെ ഒരു കാലത്തും ഈ നാടിന് മറക്കാൻ കഴിയില്ല.